ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും വരുണിന്റെ തീരുമാനം കലക്കി. അവനത് നേരത്തെ മനസ്സിലായിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഉണ്ടോ? അവനത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലേ ചാരപ്രവൃത്തി നടത്തിയത് ഈ മുത്തശ്ശനായിരിക്കും. ഒന്ന് പോടാ അവിടുന്ന്. ഇനിയിപ്പൊ ഇത്തിരി ഒരുങ്ങിയാലും കുഴപ്പമൊന്നുമില്ലടാ. അങ്ങനെ ചന്തം ചാർത്തലൊന്നും ഇല്ലായിരുന്ന പെണ്ണല്ലേ അവള്. വരുൺ, എവിടേക്കാ നിങ്ങൾ പോകുന്നേ? അങ്ങനൊന്നുമില്ലമ്മേ, വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അല്ല, കുറച്ച് കഴിയുമ്പോ തിരിച്ചു വരും. അങ്ങനെയാണെങ്കിലേ നീ സുമംഗല ചിറ്റയുടെ അടുത്തൊന്ന് കേറിക്കോ. പുള്ളിക്കാരി സുഖമില്ലാതിരിക്കുക. ആയിക്കോട്ടെ. അത് വേണോ പത്മിനി? പിള്ളേരെ അങ്ങോട്ട് ഇപ്പൊ അയക്കണോ? അല്ല, സുഖമില്ലാണ്ടിരിക്കുകയല്ലേ? ഇപ്പൊ സുഖമില്ലാന്നുള്ളത് സത്യ. പക്ഷെ ചെന്ന് കഴിഞ്ഞാല് സുകുമാരി ചില വേണ്ടാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കും. വെറുതെ പിള്ളേരുടെ മനസ്സ് കെടുത്തണ്ടെന്ന് കരുതി പറഞ്ഞേ ഉള്ളൂ. ഏയ് സാരല്ല മുത്തശ്ശി. സുമംഗല ചിറ്റ വല്ലതും പറഞ്ഞാ അതിന് കൃത്യമായ മറുപടി ഞാനങ്ങ് പറഞ്ഞാ പോരെ? സൗന്ദര്യം കൂടി വരുന്നുണ്ട് എന്റെ കുട്ടിക്ക്. വരുണേ, നിന്റെ അമ്മയെ കൊണ്ട് രാധിക വല്ലാതെ പൊറുതി മുട്ടുമെന്നാ തോന്നുന്നേ. അറിയാലോ പത്മിനിയുടെ മനസ്സ്. മനസ്സറിഞ്ഞ് സ്നേഹിച്ച പിന്നെ അട്ട പിടിക്കുന്നത് പോലെ അങ്ങ് പിടിക്കും. ഒന്ന് പോമ്മേ. ഞാനിപ്പോ എന്റെ മോളോട് പ്രായശ്ചിത്ത ചെയ്തോണ്ടിരിക്കുന്നേ. ആ മോളെ, നമ്മുടെ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് അഥവാ അവരെന്തെങ്കിലും പറഞ്ഞാ മോളത് ശ്രദ്ധിക്കാൻ നിക്കണ്ട കേട്ടോ. ശരി അമ്മ. അല്ല, ഏട്ടനവിടെ അമ്മേ? ഞാനിവിടെ ഉണ്ടടാ. ഒളിച്ചിരിക്കായിരുന്നു. ഏട്ടാ, അതെ, നമുക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം. നമുക്ക് എല്ലാവർക്കും കൂടി. അതെ, കറക്കത്തിനൊന്ന് എന്നെ വിളിക്കാൻ നോക്കണ്ട. നിങ്ങൾ പിള്ളേരെല്ലാരും കൂടി പോയിട്ട് വന്നാ മതി. വരുൺ, നിങ്ങൾ രണ്ടുപേരും എവിടെങ്കിലും പോകുന്നെങ്കിൽ പൊയ്ക്കോ. എല്ലാവരും ചേർന്നൊരു യാത്ര ഇപ്പൊ വേണ്ട. അമ്മ പറയുന്നതാണ് കാര്യം. കൽപ്പനയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഇന്നലെ ബോധ്യതല്ല. ഒന്നിച്ചൊരു യാത്രയ്ക്കൊക്കെ പോകുമ്പോ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. ഇവിടെ നിങ്ങളുടെ സന്തോഷമാണ് വലുത്. യാത്ര എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഒരുമിച്ചുള്ളത് മതി. എന്നാ പിന്നെ നിങ്ങൾ ഒന്നിച്ചു പോയിട്ട് വാ. കൽപ്പന, പെട്ടെന്ന് തന്നെ കേറിയിരുന്നു. ആരെന്ത് പറഞ്ഞാലും ഇറങ്ങാൻ പാടില്ല, മനസ്സിലായല്ലോ? ഞാൻ ഈ വണ്ടിന്ന് ഇറങ്ങിട്ടെ അവര് യാത്ര പോയത് തന്നെ. അല്ല, നിങ്ങൾ എന്തിനാ ഈ വണ്ടി കയറിയിരിക്കുന്നേ? വരുൺ, ദേഹം മുഴുവൻ ചൊറിഞ്ഞിട്ട് വയ്യ. ഞങ്ങൾക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോണം. ഞങ്ങൾ നിന്റെ കൂടെ വരാ. നാണോ ഇല്ലേ നിങ്ങക്ക്? വിവാഹം കഴിഞ്ഞ ആദ്യമായിട്ട് അവരൊന്നിച്ചു പുറത്തു പോവുക. അതിനു മുമ്പ് കാറി കയറിയിരിക്കെ. കൽപ്പന, ഇങ്ങോട്ട് ഇറങ്ങിയേ. തനിക്ക് ഹോസ്പിറ്റലിൽ പോണെങ്കിൽ ഞാൻ വേറെ വണ്ടി വിളിക്കാം. വണ്ടി വിളിക്കുകയും വേണ്ട, ഹോസ്പിറ്റലിൽ പോവുകയും വേണ്ട. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടല്ലേ. കൽപ്പന, നിന്നോട് ഇറങ്ങാനാ പറഞ്ഞേ. ഞാൻ ഇറങ്ങില്ല. സൂര്യ, ഈ വണ്ടി എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാ ഞാനും ചെറിയമ്മ അതിലുണ്ടാവും. അതിലൊരു മാറ്റവും ഇല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യൂടാ? അതിനിപ്പോ എന്താ കുഴപ്പം ചേട്ടാ? അവരാ വണ്ടി തന്നെ ഇരുന്നോട്ടെ, നമ്മുടെ വണ്ടിയല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്ക. പിന്നെ ഞാനിവിടെ ആദ്യം പോകുന്നതേ നമ്മുടെ ബുള്ളറ്റില്ല.
അത് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചതാ. അതുകൊണ്ടല്ലേ ബുള്ളറ്റിന്റെ ചാവി എടുത്ത് പുറത്തിറങ്ങിയത്. ആ എന്നാ പിന്നെ മക്കള് പോയിട്ട് വാ, ഇവരിവിടെ കാറ് തന്നെ ഇരിക്കട്ടെ. ചെറിയമ്മേ, ഏട്ടത്തി, അപ്പോ ഞങ്ങള് പോയിട്ട് വരാം. ഇരിക്കും. കെട്ടിപ്പിടിച്ചോ. കൽപ്പന, ഞാനേ ചാവി എടുത്തോണ്ട് വരാം. നിങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നാൽ മതി. അല്ല, ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ ചൊറിച്ചിൽ മാറിയോ? കഷ്ടം. രണ്ടുപേരും ഇതുകൊണ്ടൊന്നും നിർത്താൻ ഭാവമില്ലല്ലോ. മോളെ കൽപ്പനെ, അച്ഛൻ എപ്പോഴാ നിന്നെ പുറത്തിറക്കി വിടുകയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അല്ല പത്മിനി, ഞാൻ ആലോചിക്കുന്നത് എന്താന്നറിയോ? ഈ വരുണൻ രാധിക എവിടെയെങ്കിലും പോകുന്നതിന് ഇവരെന്തിനാ കൂട്ടുപോകുന്നത്? ഇവര് ചെന്നിട്ട് എന്ത് ചെയ്യാനാ? അല്ല, എന്തെങ്കിലും അലമ്പുണ്ടാക്കല്ലോ അമ്മേ. ആ. നാട്ടുകാരുടെ മുമ്പിലാവുമ്പോ ഒന്നും കൂടി സുഖമല്ലേ? എന്തായാലും വരുണിന്റെ തീരുമാനം കലക്കി. അവനത് നേരത്തെ മനസ്സിലായിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഉണ്ടോ? അവനത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലേ ചാരപ്രവൃത്തി നടത്തിയത് ഈ മുത്തശ്ശി തന്നെ ആയിരിക്കും. ഒന്ന് പോടാ അവിടുന്ന്. വാ, വാ. വാ, വാ.